ക്ഷേത്ര ആചാരങ്ങളും വിശ്വാസങ്ങളും തകർക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതിഷേധം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തുന്നു. തത്സമയം ക്ഷേത്രാചാരങ്ങളും വിശ്വാസങ്ങളും തകർക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. അതിശക്തമായ പ്രതിഷേധമാണ് ദേവസ്വം ബോർഡിനെതിരെ. ബോർഡിൻ്റെ നിലപാടുകൾക്കെതിരെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതിഷേധം ശക്തമാണ്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ ഇപ്പോൾ പ്രതിഷേധ സമരത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയാണ്. ഹൈന്ദവ സംഘടനകളുടെ നേതാക്കളടക്കം ദേവസ്വം ബോർഡിൻ്റെ സമീപനത്തിനെതിരെ, നിലപാടിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഭക്തരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പാലിക്കേണ്ട ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ അകത്ത് ഒരു പവർ ബാങ്ക്, അവിടേക്ക് ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും കടത്താൻ പാടില്ല. പക്ഷെ ആ പവർ ബാങ്ക് കണ്ടു. അത് പിന്നെ അപ്രത്യക്ഷമായി ആരാണ് പവർ ബാങ്ക് കൊണ്ടുവന്നത്, എങ്ങനെയാണ് അത് കടത്തിവിട്ടത്, അത് സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെട്ടത്, അതോ ശ്രദ്ധയിൽപ്പെടാതെയാണോ? അപ്പൊ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പ്രതിയാണ്, അത് കൊണ്ടുവന്നാൽ പ്രതിയാണ്, അത് കണ്ട് നടപടിയെടുക്കാത്ത ഉദ്യോഗസ്ഥന്മാർ പ്രതിയാണ്. അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കാതെ ആ ക്ഷേത്ര സങ്കേതത്തിൽ ഇത്തരത്തിലുള്ള ക്ഷേത്രവിരുദ്ധ പ്രവർത്തനങ്ങൾ, സുരക്ഷാ ഭീഷണി നേരിടുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ സംരക്ഷിക്കുന്ന, രാഷ്ട്രീയം നോക്കി സംരക്ഷിക്കുന്ന നിലപാടാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എടുക്കുന്നത്. നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ആ ക്ഷേത്രത്തിന്റെ മതിൽക്കകത്ത് പലപ്പോഴും ജീവനക്കാർ തമ്മിൽ അടിപിടി ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒരു ക്ഷേത്ര ജീവനക്കാരനെ പുറമേ നിന്നും ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഡ്രൈവർ ആ ദേവസ്വം വാഹനം പുറമേ എവിടെയോ വെച്ച് അത് ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്നാണ് പറയുന്നത്. ആ വാഹനം അതിന് കേസ് കൊടുക്കാതെ, ദേവസ്വം അതിനെതിരെ കേസ് കൊടുത്തില്ല, വാഹന ഉടമ കേസ് കൊടുക്കാതെ ക്ഷേത്രത്തിനകത്ത് വന്ന് ക്ഷേത്രത്തിലെ ചില ജീവനക്കാരുടെ ഒത്താശയോടുകൂടി അതിനൊരു രാഷ്ട്രീയ CPM നേതൃത്വത്തിന്റെ പങ്കോടുകൂടി ആ ക്ഷേത്ര ജീവനക്കാരെ ക്ഷേത്രത്തിന്റെ മതിൽക്കകത്ത് ചുറ്റമ്പലത്തിനകത്ത് വന്നുകൊണ്ട് ക്ഷേത്ര ജീവനക്കാരനെ വർദ്ധിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനെതിരെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ യൂണിയനുകൾ പരാതി കൊടുത്തില്ല. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അതിനെതിരെ പരാതി കൊടുത്തില്ല. അതിന് ഒത്താശയുള്ള ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തില്ല. കാരണം എന്താണ്? ഇവരെല്ലാവരും കേരളം ഭരിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണ്. അപ്പൊ അവിടെ മർദ്ദനം നടക്കുന്നു. ആ മർദ്ദനം നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിനകത്ത് ചോര വീണ്, ക്ഷേത്ര സങ്കേതം അതിൽക്കകത്ത് ചോര വീണ് അത് കളങ്കിതമാകും. അങ്ങനെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയെ സംബന്ധിച്ച് ഭക്തജനങ്ങളുടെ മുന്നിൽ ഗുരുവായൂരപ്പന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് പല പ്രവർത്തനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയും അതേ സമയത്ത് തന്നെ ക്ഷേത്ര വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയുമാണ്. കഴിഞ്ഞ കുറച്ചു വർഷം മുമ്പ് ഒരു ഭക്തൻ അദ്ദേഹം ഒരു വിവരാവകാശം വെച്ചു. അതെന്താണ്? ഗുരുവായൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ അനവധി വർഷങ്ങളായി പല ഭൂമികളും ഏറ്റെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ദേവസ്വം ഭൂമി പല പൊതു ആവശ്യങ്ങൾക്കും കൂടി വിട്ടുകൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത സമയത്തൊക്കെ ഭൂമി ഏറ്റെടുത്തത് പൊന്നും വില കൊടുത്താണ്. അങ്ങനെ എത്ര ഏക്കർ ഭൂമിയാണ് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തത്? ആ ഭൂമിയുടെ ഉടമസ്ഥർക്ക് എത്ര വില കൊടുത്തു എന്ന് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച സമയത്ത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അതിന് കൊടുത്ത മറുപടി, അത് കൃത്യമായ ക്രോഡീകരിച്ച കണക്ക് ദേവസ്വം ബോർഡിലില്ല എന്ന. ഏതൊരു സ്ഥാപനവും അതിനെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിന് ഓരോ വർഷത്തിന്റെ അവസാനവും അതിനെ ഓഡിറ്റ് നടക്കില്ലേ? ആ ഓഡിറ്റിംഗിൽ ഓരോന്നും വന്ന വരവ് ചെലവുകൾ ഉണ്ടാവും. പിന്നെ എന്താണ്? നിരവധി ഹെഡുകൾ ഉണ്ടാകും അല്ലെ? വഴിപാടിന് വഴിപാട് സാധനങ്ങൾ വാങ്ങിച്ചത്, വഴിപാട് നിരക്കിൽ കിട്ടിയത്, അതിന് പായസ വകയിൽ കിട്ടിയത്,
അല്ലെങ്കിൽ ലക്ഷാർച്ചന വകയിൽ കിട്ടിയത്, പുഷ്പാഞ്ജലി വകയിൽ കിട്ടിയത്, നെയ്വിളക്കിൽ കിട്ടിയത് പ്രത്യേകം ഉണ്ടാവും. മൊത്തം ഒരുപാട് തുകയിൽ കിട്ടിയത്. അതേപോലെ തന്നെ ക്ഷേത്രത്തിലെ ഭൂമി ക്ഷേത്രം ഏറ്റെടുത്ത സമയത്ത് അത് രാമന്റെ ഭൂമി 10 സെന്റ് ഏറ്റെടുത്തു. രാമന് കൊടുത്ത വില എത്ര? കൃഷ്ണന്റെ ഭൂമി അത് 5 സെന്റ് ഏറ്റെടുത്തു. കൃഷ്ണന് കൊടുത്ത പൊന്നുവില പ്രകാരം ഇത്ര. അങ്ങനെ രാമനും കൃഷ്ണനും ഗോപാലന്റെയും ഒക്കെ കയ്യിൽ നിന്ന് ഇത്ര ഭൂമിയാണ് ഏറ്റെടുത്തത്. അതിനെ പൊന്നുവില അനുസരിച്ച് കൊടുത്ത തുക ഇത്രയാണ് എന്നുള്ള കണക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടാകേണ്ടേ? അങ്ങനെ ഇല്ല എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നതെങ്കിൽ ആ പറയുന്ന തുക കൊടുത്തിട്ടുണ്ട് എന്ന് എങ്ങനെയാണ് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുക? അതിലൂടെ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടില്ലേ? അങ്ങനെ ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും ചെലവാക്കുന്ന പണത്തിന് കണക്കില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭൂമി അത് അന്യാധീനപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് ഹൈന്ദവ സംഘടനകൾക്ക്, ഭക്തജനങ്ങൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു ധവളപത്രം ഇറക്കണം. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിൽ നിലവിലുള്ള ഭൂമി എത്രയൊക്കെയാണ്? നമ്മൾ കണ്ടു, പൊന്നാനിയിലൊരു ക്ഷേത്രം ഇല്ലാതെയായി. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിലാണ് ഒരു ശിവക്ഷേത്രം ഇല്ലാതെയായത്. ആ ക്ഷേത്രം, അതിന് ചുറ്റുപാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾ വിവരാവകാശമായി മുന്നോട്ട് പോയ സമയത്ത് ആ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥർ ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. അവർ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ അതിനെതിരെ പരാതി കൊടുത്തു. ആ ക്ഷേത്രഭൂമി സംരക്ഷിക്കണം. ഗുരുവായൂർ ദേവസ്വം ബോർഡ് അറിയുകയില്ല. ആ ക്ഷേത്രഭൂമി കൈകാര്യം ആരായിരുന്നു? അവിടുത്തെ ഒരു മുസ്ലിം സംഘടനയായിരുന്നു. അവരവിടെ എന്ത് പറഞ്ഞു? ആ ക്ഷേത്രത്തിന്റെ അടിത്തറയടക്കം തോണ്ടിയതിനു ശേഷം അവിടെ ഒരു പള്ളി പണിതു. ഇന്നൊരു വലിയ പള്ളി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അത് ഭക്തജനങ്ങൾ കോടതിയിൽ പോയി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം വന്ന സമയത്ത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നിർവാഹമില്ലാതെ അതിന് പരാതി പോയിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം, ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഒരു ക്ഷേത്രം നിലനിൽക്കുന്ന ക്ഷേത്രഭൂമി നഷ്ടപ്പെട്ടിട്ട് പോലും അതിനെതിരെ ചോദ്യം ചെയ്യാൻ, അത് തിരിച്ചു പിടിക്കാൻ അതിന് മുൻകൈയെടുക്കാത്തൊരു ദേവസ്വം ബോർഡാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ്. നേരത്തെ ക്ഷേത്രാചാര്യങ്ങളും വിശ്വാസികളും തകർക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിനെതിരെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതിഷേധം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.